ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോറും മുമ്പ് സീരിയലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് ആകെ ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ ബാലചന്ദ്രൻ വന്നു പോയി. അപ്പോൾ താൻ ഇനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. അപ്പോൾ ആകെ ഒരു വല്ലാത്ത ടെൻഷനാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി നമ്മുടെ ഔതക്കുട്ടിച്ചായൻ, അതായത് സ്റ്റാൻലിയുടെ അപ്പച്ചനെ വിളിക്കുകയാണ്. അപ്പച്ചൻ എത്രയും വേഗം കുളത്തൂർ പുഴയ്ക്കൊന്ന് വരണം, ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം. എന്താണ് മോനെ, കാര്യം പറഞ്ഞോ? ഇല്ല അപ്പച്ചൻ നേരിട്ട് വാ, ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ എന്ന് പറയണായിട്ടോ. അപ്പം മകൻ വിളിച്ച പാടെ തന്നെ ഔതക്കുട്ടിച്ചായൻ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ സ്റ്റാൻലി നമ്മുടെ ആൻ്റപ്പനോടും മറ്റുമൊക്കെ പറഞ്ഞിന്ന് ഫുഡൊക്കെ ഇന്ന ഐറ്റമൊക്കെ ഉണ്ടാക്കണം, അതാണ് കുറേ ഐറ്റമൊക്കെ പറഞ്ഞു. പക്ഷേ ആൻ്റപ്പൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയായിട്ട് സ്റ്റാൻലിക്ക് ഓവറായിട്ടുള്ള കുറച്ച് മദ്യപാനവും ഒക്കെ ഉണ്ട്. ആകെ ഒരു മാറ്റം നമ്മുടെ ബാലചന്ദ്രൻ വന്നു പോയതിന് ശേഷമാണ്, ആ ആൾ വന്നു പോയതിന് ശേഷം എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ആ മാറ്റമൊക്കെ ആൻ്റപ്പൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ അലീന ബാലചന്ദ്രനോട് ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ലച്ച, നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണ്ടേ അച്ഛാ. ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ അവർ വിളിക്കണം നോക്കിയിരിക്കണോ? അതായത് ഒരു വീട്ടിൽ എന്തോ ജോലിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ വീട്ടിൽ. അപ്പോൾ അവർ വിളിക്കണത് നോക്കി നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ അച്ഛാ. നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ചും കൂടെ അടുത്ത് എവിടെയെങ്കിലും നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞു. കാരണം അലീനയ്ക്ക് എന്തോ ഒട്ടും ഒരു തൃപ്തിയില്ല അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ എന്തായാലും വെയിറ്റ് ചെയ്യുക, അവർ വിളിക്കട്ടെ, അവരെന്താ പറയണതെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു. കാരണം അലീനയ്ക്ക് അറിയില്ലല്ലോ അലീന പോകാൻ പോകുന്നത് സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് എന്നുള്ളത് ഒരിക്കലും അറിയില്ല. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു, എന്തായാലും നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം മോളെ എന്ന് പറഞ്ഞു. ഒരു തൃപ്തിയില്ലാത്ത മുഖത്തോടു കൂടെ തന്നെ നമ്മുടെ അലീന താഴോട്ട് പോവുകയാണ് കേട്ടോ. കൃഷ്ണമോക്കും ബബിതയ്ക്കും നമ്മുടെ രോഹിത്തിനും ഒക്കെ ഭയങ്കര സങ്കടമാണ്. ഇനിയിപ്പോൾ അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. കാരണം അലീന ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് അവർക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്താകും എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആയിട്ട് നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, നമ്മുടെ ബാലചന്ദ്രനെ കണ്ടിട്ട് നമ്മുടെ ഗംഗാധരനും ശിവശങ്കരനും മനുവൊക്കെ തിരിച്ച് കൈതക്കൽ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയിലിരുന്ന് ഗംഗാധരൻ പറയുന്നു, ഇനി വരുന്ന ഓരോ ഭവിഷ്യത്തുകളും ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ബാധിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പം മനു പറഞ്ഞു, എന്താണെങ്കിലും ആൻറ്റി വരാനുള്ളത് ആൻറ്റി ഒറ്റയ്ക്ക് നേരിടട്ടെ അങ്കിളെ, അല്ല വലിയ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ആൻറ്റിയെ നോക്കിയതാണ്. ആൻറ്റി സമ്മതിച്ച് ആൻറ്റിക്ക് അന്ന് അടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അവൾ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാവില്ലായിരുന്നു ഗംഗേട്ടാന്ന് പറഞ്ഞു. കാര്യം ശരിയാണ്, അലീന അവിടെ നിന്ന് പോകണം എന്നുള്ള കടും പിടുത്തം വൈജയന്തിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കടും പിടുത്തം കാരണമാണ് ഇന്നിപ്പോൾ ബാലചന്ദ്രൻ ഈ സ്റ്റാൻലിയെ തിരക്കി പോയതും അവിടെ ചെന്നിട്ട് മകളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീനയെ അയാൾ വന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും ബാലചന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ സംസാരിച്ചു. കാരണം എന്ന് വെച്ചാൽ അലീനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അച്ഛനെന്ന രീതിയിൽ സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ബാലചന്ദ്രൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എന്നുള്ളത് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്. മനുവിന് അലീന പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവൾ അവിടെ എത്രത്തോളം സേഫാണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. ആകെ ഒരു ഇതാണ്, അറിഞ്ഞുകൂടാത്ത സ്ഥലം. പല ചിന്തകളും മനുവിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഈ അടുത്ത് എനിക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം ഇനി ഒരു പക്ഷേ നമ്മുടെ സ്റ്റാൻലി ഇങ്ങോട്ടേക്ക് വരികയാണോ, അലീനയെ കൊണ്ടുപോകുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെയും വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ഒരു
സമാധാനവും ഇല്ല എന്ന രീതിയിലാണ് അവർ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ഔദോ കുട്ടിച്ചായൻ നമ്മുടെ സ്റ്റാൻലിയെ കാണാനായിട്ട് കുളത്തൂർ പുഴയ്ക്ക് വരെയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഔദോ കുട്ടിച്ചായനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ ആ വളർത്തു നായികളെല്ലാം കൂടെ അങ്ങോട്ട് ഓടിച്ചില്ലാണ്. കാരണം ഔദോ കുട്ടിച്ചായൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഓടിച്ചില്ലാണ്. അങ്ങനെ ഔദോ കുട്ടിച്ചായൻ എല്ലാവരുടെ അടുത്തും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരെയൊക്കെ ഒന്ന് തലോടി വിടുകയാണ്. അത് കഴിഞ്ഞ് നേരെ ആൻ്റപ്പനെ കാണുന്നുണ്ട്. അങ്ങനെ ആൻ്റപ്പനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്താണ് ആൻ്റപ്പ വിശേഷങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നേരെ ഔദോ കുട്ടിച്ചായൻ നേരെ സ്റ്റാൻലിയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റാൻലിയെ കാണുന്ന സമയത്ത് ഔദോ കുട്ടിച്ചായൻ നോക്കുമ്പോൾ കയ്യിലൊരു പെഗ് എന്തോ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ്. അപ്പം അത്ര നല്ല പന്തി അല്ല എന്നുള്ളത് ഔദോ കുട്ടിച്ചായനെ മനസ്സിലാവുകയാണ്. അപ്പച്ചൻ വന്നോ എന്ന് ചോദിച്ചിട്ട് സ്റ്റാൻലി അപ്പച്ചനോടത്ത് കയറി ഇരിക്കുക, അപ്പച്ച ഒരു പെഗ് ഒഴിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം ഔദോ കുട്ടിച്ചായന് സ്റ്റാൻലി വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വരാനും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വേറൊന്നും അല്ല, കാരണം തൻ്റെ മകൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മിലിറ്ററി സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ഔദോ കുട്ടിച്ചായന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പെഗ് ഒഴിക്കട്ടെ അപ്പച്ചാന്ന് ചോദിക്കുമ്പോൾ ഔദോ കുട്ടിച്ചായൻ പറയും, വേണ്ടടാ, ഇന്നലെ നമ്മുടെ ആൽബിയുടെ ഏതൊരു കൂട്ടുകാരൻ വന്ന സമയത്ത് നല്ലൊരു വമ്പൻ സ്വയംബൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിൻ്റെ ഹാങ് പോലും മാറിയിട്ടില്ല. അതുകൊണ്ട് വേണ്ട. അല്ല, നീ എന്തോ അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിച്ചത്, എന്താണ്? അതൊക്കെ ഞാൻ പറയാം. അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പച്ച. അതുകൊണ്ട് അപ്പച്ചൻ ഒരു പെഗ് അടിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഔദോ കുട്ടിച്ചായൻ ഒരു പെഗ് കൊടുക്കുകയാണ്. അങ്ങനെ കുടിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി മുഖമൊക്കെ ഇങ്ങനെ കുനിഞ്ഞ് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഔദോ കുട്ടിച്ചായന് മനസ്സിലായി എന്തോ പതിവില്ലാത്ത പോലെയുള്ള ഒരു മുഖത്തിനൊക്കെ അവന് മാറ്റവും കാര്യങ്ങളൊക്കെ, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയാം. കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുടി ഉള്ളതായിട്ടാണ് നമ്മുടെ ഔദോ കുട്ടിച്ചായന് തോന്നിയത് കേട്ടോ. അപ്പോൾ ഔദോ കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്തിനൊക്കെ വല്ലാത്തൊരു മാറ്റം ഉണ്ടല്ലോടാ, എന്താ കാര്യം പറയ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി അങ്ങനെ കഥയിലോട്ട് അങ്ങോട്ട് പോവാണ്. അപ്പച്ചനെ പണ്ടറിയില്ലേ, ആഗ്രയിൽ എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം എന്തിനാ 10-25 കൊല്ലം മുന്നേയുള്ള കാര്യങ്ങളൊക്കെ നീ ഇപ്പം എന്തിനാ ജഗഞ്ഞെടുക്കണത്? അല്ല, എന്നെ തിരക്കി ആരെങ്കിലും അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഔദോ കുട്ടിച്ചായൻ പറഞ്ഞ്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ കുറച്ച് ദിവസം മുന്നേ ഒരു പാലാക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഔദോ കുട്ടിച്ചായൻ പറയണ്. എന്തോ ബിസിനസ് ആവശ്യമായിട്ട് നിന്നെ കാണണമെന്നും പറഞ്ഞ് വന്നതാണ്. ഞാൻ അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കുറിച്ചായിരുന്നു. അവനെങ്ങാനും ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അത് ബാലചന്ദ്രനാണ്, പാലയിൽ നിന്ന് വന്നതാണ്, എന്നെ വന്ന് കണ്ടു, കഴിഞ്ഞ ദിവസം വന്ന് കണ്ടിട്ട് പോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാരാണെന്ന് അപ്പച്ചന് മനസ്സിലായെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, എന്തോ ബിസിനസ് ആവശ്യത്തിന് നിന്നെ കാണണമെന്നും പറഞ്ഞ് വന്ന ആളാണ്. അത് ഞാൻ അപ്പച്ചനോട് പറഞ്ഞില്ല, ആഗ്രയിൽ വെച്ചുള്ള വൈജയന്തിയുടെ ഒരു റിലേഷൻ, ആ വൈജയന്തിയുടെ ഭർത്താവാണ് ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു. അല്ല, ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ചെകഞ്ഞു പിടിച്ച് ഇപ്പം എന്തിനാണ് ഇവൻ വന്നിക്കണത്? അതിലൊരു കാര്യമുണ്ട് അപ്പച്ച. കാര്യം വേറൊന്നുമല്ല, ഞങ്ങളുടെ ആ ബന്ധത്തിലുള്ള ഒരു കണിക, അതായത് ഞാനും വൈജയന്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് അന്നൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് മരിച്ചു എന്നാണല്ലോ വൈജയന്തിയുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നെ എനിക്ക് അവളെക്കുറിച്ച് ഒരു അറിവോ വിവരമോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതെ, അത് നമുക്കന്ന് അറിയാവുന്ന കേസാണല്ലോടാ. പറഞ്ഞു, ആ സമയത്താണല്ലോ നിൻ്റെ അമ്മച്ചിയുടെ മരണവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താണ് പ്രശ്നം, നീ അത് പറയുന്നത് ഔദോ കുട്ടിച്ചായൻ പറയണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി പറയണ്, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല അപ്പച്ചാന്ന്. അത് കേൾക്കുമ്പോൾ ഔദോ കുട്ടിച്ചായൻ ഒന്ന് ഞെട്ടിത്തെറിക്കുകയാണ്. നീ എന്താ ഈ പറയണത്? ആ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നോ? അതെ, അതൊരു പെൺകുട്ടിയാണ്. അവളുടെ പേര് അലീന. 20-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ ഏതോ ഒരു അനാഥാലയത്തിലാണ് ഇവരാക്കിയത്. അവരന്ന് കള്ളം പറഞ്ഞത് എന്തോ ആണ്. പക്ഷേ ഇത് വൈജയന്തിക്കും അറിയില്ല. ആ പെൺകുട്ടി ഇന്ന് വൈജയന്തിയുടെ, അതായത് ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് വന്ന ആളിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് അറിയില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ സുരക്ഷിതത്വം, അതായത് ഇനി ആ പെൺകുട്ടി ഒരു അനാഥയായിട്ട് വളരാൻ പറ്റില്ല. അവൾക്ക് വേണ്ടുന്ന ആ ഒരു സുരക്ഷ അവൾക്ക് കൊടുക്കണം. ഒരു അച്ഛനെന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഔദോ കുട്ടിച്ചായൻ പറഞ്ഞു, അതെന്ത് വർത്തമാനമാണ് അയാൾ പറയണത്? നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ, നിനക്കൊരു കുടുംബവും 2-3 പിള്ളേരും ഉള്ളതല്ലേ, അവർ കാര്യം നിൻ്റെ ഒപ്പമല്ല എന്നത് വാസ്തവം തന്നെ. പക്ഷേ അവർ അറിഞ്ഞാൽ ഈ ബന്ധം നിനക്ക് അംഗീകരിച്ചു
വെച്ച് തരുമെന്നാണോ നീ പറയണത്? അതൊന്നും ശരിയാവില്ല. അത് മാത്രമല്ല, നിൻ്റെ അനുജന്മാർ ആൽബിയും അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും ഇത് സമ്മതിക്കുമോ? അവന്മാർ അപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പം നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അതൊന്നും എനിക്കൊരു വിഷയമല്ല അപ്പച്ച. കാര്യം ഞാൻ ഒരാളുടെ മുന്നിലും തല കുനിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. പക്ഷേ എനിക്കും വൈജയന്തിക്കും ഉണ്ടായ ഞങ്ങളുടെ മകള് ഇനി ഒരു അനാഥയായിട്ട് കഴിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അത് കുട്ടിച്ചായൻ പറയും, എന്നൊരു കാര്യം ചെയ്യുന്നേ, അവൾക്ക് എന്തെങ്കിലും പണമായിട്ടോ വീടായിട്ടോ കാറായിട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്ക് ബാലൻസോ എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് ഒഴിവാക്കി വിട്. അതല്ലേ കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തും കൂടെ ആലോചിക്കണം സ്റ്റാൻലി, നീ മുന്നും പിന്നും ആലോചിക്കണം. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, എനിക്കൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അപ്പച്ചൻ്റെ അഭിപ്രായം കൂടെ ചോദിക്കണത്. എന്തായാലും നിൻ്റെ അഭിപ്രായം എന്താണെന്ന് അത് കുട്ടിച്ചായൻ ചോദിക്കണം. അപ്പോൾ സ്റ്റാൻലി പറയുന്നത്, എനിക്ക് എത്രയാണെങ്കിലും എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞാണ്. ആ കുട്ടിയെ ഇനി ഒരു അനാഥയായിട്ട് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ ഭാര്യയും മക്കളുടെ കാര്യം, അവരിപ്പോൾ എന്തായാലും എന്നോടൊപ്പം ഇല്ലല്ലോ, പിന്നെ അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ. അപ്പോൾ അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, നീ എന്തു വർത്തമാനാണ് ഈ പറയണത്? അങ്ങനെ അവൾ വന്ന് നിൽക്കട്ടെ എന്ന് വെച്ചാൽ ഒരു കല്യാണപ്രായമായ പെൺകുട്ടിയാണ്, ഒരു വീട്ടിൽ വന്ന് അങ്ങനെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ അതൊക്കെ എന്തായാലും പുറം ലോകം അറിയും. അത് നമ്മൾ വിചാരിക്കും പോലെ അങ്ങനെ ഒളിച്ചു പിടിക്കാൻ പറ്റിയ കാര്യവും അല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ സ്റ്റാൻലി പറയും, എന്തൊക്കെയാണെങ്കിലും ശരി, എനിക്ക് 2 ദിവസത്തിനകത്ത് ബാലചന്ദ്രന് മറുപടി കൊടുക്കണം. പക്ഷെ അവളെ ഇനി അനാഥയാക്കി വിടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ചോരയിൽ പിറന്ന കുട്ടിയാണ് അവൾ. എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ അപ്പച്ച? എൻ്റെ മൂത്ത കുട്ടിയല്ലേ, അവളൊന്ന് കാണാനുള്ളൊരു ആഗ്രഹമെങ്കിലും എനിക്കില്ലേ? അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന മറുപടി പറയണമെന്ന് പറയണത്. അത് കുട്ടിച്ചായൻ എന്ത് പറയണമെന്നറിയില്ല. അത് അയാൾ അവിടെ ഇരുന്ന് പോകണം. അപ്പച്ചൻ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്. എന്തായാലും വരാനുള്ളത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഇനിയിപ്പോൾ അതിൽ ചിലപ്പോൾ നിനക്ക് ഇതിൻ്റെ തുടർന്ന് ഇനി നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നീ കടക്കേണ്ടി വരും സ്റ്റാൻലി. അപ്പം നിൻ്റെ തീരുമാനം എന്താണോ, നിനക്കൊപ്പമേ അപ്പച്ചൻ എപ്പോഴും നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് നമ്മുടെ അലീനയെ സ്റ്റാൻലിയോടൊപ്പം ഒരു മകളായി അംഗീകരിച്ചുകൊണ്ട് ഈ കുളത്തൂപ്പുഴയ്ക്ക് കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ബാക്കിയൊന്നും സ്റ്റാൻലിക്ക് വിഷയമുള്ള കേസല്ല. അപ്പം അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. ഇതിനിടയിൽ നമ്മുടെ ഗംഗാധരനും ശിവശങ്കരനും മനുവും ഒക്കെ എത്തിക്കഴിഞ്ഞിട്ട് നേരെ ഗംഗാധരനും ശിവശങ്കരനും കൂടെ വൈജയന്തിയെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഇന്ന് ഞങ്ങൾ ബാലചന്ദ്രനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിൻ്റെ വാശിയും നിൻ്റെ ഇതും നീ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ ഇതൊന്നും അംഗീകരിച്ച് തരുമെന്നും പറഞ്ഞ് നീ നിൽക്കണ്ട. അതെ, എനിക്ക് വേണ്ടി പോയി അയാളുടെ അടുത്ത് സംസാരിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഗംഗേട്ട? ശിവേട്ടനോട് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ബാലേന്ദ്രനെ പോയി കണ്ടത്? അതൊന്നും എനിക്കറിയേണ്ട കാര്യവുമില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ഇപ്പോഴും നിനക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നിൻ്റെ അജണ്ട നിനക്ക് ജയിച്ച് കിട്ടണം അല്ലേ? ഇപ്പം നിനക്ക് അലീന പോകണം. അവൾ 2 ദിവസത്തിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ചാടിക്കൊണ്ടിരുന്ന വൈജയന്തി, അവൾ പോകുമെന്നുള്ള തീരുമാനം ഉറപ്പായോ എന്നിങ്ങനെ ചോദിക്കുന്നു. വൈജയന്തിക്ക് അതറിഞ്ഞാൽ മതി അവളവിടെ നിന്ന് ഇറങ്ങുമോ എന്നുള്ളത്. അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു, അവൾ പോകും. അവൾ ആ പടി നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ പടി എന്നിറങ്ങുന്നോ അന്ന് നിൻ്റെ കഷ്ടകാലവും കൂടെ തുടങ്ങണമെന്നും കൂടെ നീ കുറിച്ച് വെച്ചോ വൈജയന്തി എന്ന് പറഞ്ഞു. എന്ത് കഷ്ടകാലം? ആ ബാധ എന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് അവൾ ഒരുമ്പെട്ടവൾ ഇറങ്ങിപ്പോകോ അതോടുകൂടി എൻ്റെ മക്കളുടെയും ബാലേന്ദ്രൻ്റെയൊക്കെ ജീവിതം നല്ല രീതിയിൽ വരും. അത് നന്നാക്കി എടുക്കാൻ എനിക്കറിയുകയും ചെയ്യാം. അപ്പം ഗംഗാധരൻ പറഞ്ഞു, ഒരുപാട് നന്നാക്കും. ഞാൻ എഴുതി വെച്ച് തരേണ്ട വൈജയൻ, നിൻ്റെ വാശി കാരണം നീ നിൻ്റെ കുഴി തോണ്ടിയ അവസ്ഥയാണ് നിനക്ക് വന്നേക്കുന്നത്. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിൻ്റെ ഇഷ്ടം, വരുന്നത് നീ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, ഗംഗാധരനും ശിവശങ്കരനും. അപ്പോഴേക്കും വൈജയന്തിയുടെ ഒരു നോട്ടം ഉണ്ടല്ലോ, ഇങ്ങനെ കണ്ണു വെച്ചിട്ടുള്ളൂ. ആ ഒരു നോട്ടത്തിൽ അവരെ ദഹിപ്പിക്കും കണക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇവരെന്താണ് എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കണത് എന്നുള്ള മട്ടിൽ. എന്തായാലും ഒരു സമാധാനം വൈജയന്തിക്കുണ്ട്. വേറൊന്നുമല്ല, അലീന പോകും എന്നുള്ളൊരു വാർത്ത വൈജയന്തിനെ നല്ല രീതിയിൽ തന്നെ സന്തോഷം
സന്തോഷമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നാളെ വരുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മുടെ അലീന പോകാനുള്ള തീരുമാനമാവുന്നു. അത് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രനെ വിളിച്ചറിയിക്കുന്നുണ്ട്. എൻ്റെ മകളെ അംഗീകരിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സമ്മതമാണ് എന്ന വാർത്ത. ബാലചന്ദ്രൻ സന്തോഷമാണ്, അതിലേറെ സങ്കടത്തോടും കൂടി ആ വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി കഥകളും ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ ഗൈസ് വരാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിലുള്ള ഈ മഴതോരും മുമ്പേ സീരിയലും അതോടൊപ്പം തന്നെ കൃത്യം 6 മണിക്ക് ഇടുന്ന നമ്മുടെ സാന്ത്വനം 2. സാന്ത്വനം 2 ദിവസം കൊണ്ട് ആകെ ഡൗൺ ആണ്. പക്ഷേ കുറച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ വ്യൂസ് ഇച്ചിരി കുറവാണ്. എങ്കിൽ 2 സീരിയലും നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഒപ്പം ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് അത് മറന്നു പോരുത് കേട്ടോ. അത് നമുക്ക് പ്രധാനമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.